ആ അപ്പാർട്ട്മെന്റ് ഓണർ അയാളാ. നീ കൊറേ കാലമായിട്ട് പിന്നാലെ നടന്നിട്ട് നിന്നെ പട്ടി വില വയ്ക്കാൻ തുരുത്തില്ലേ? ഗീത. ഗീതല്ല, സുകന്യ. ഇത് രണ്ടും മൈൻഡ് ചെയ്തിട്ടില്ലല്ലേ? കീർത്തില്ലേ? അവള് അവളുടെ ഫ്രണ്ട്സും താമസിക്കുന്ന ഇയാളുടെ അപ്പാർട്ട്മെന്റാ. അതിന്റെ ഓപ്പോസിറ്റ് അപ്പാർട്ട്മെന്റ് ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ചോദിച്ചു തന്നില്ല. അതിന് എനിക്ക് എങ്ങനെ തരാനാ? കുറച്ച് മാന്യന്മാരായിട്ട് പോണം നമ്മള്. ഹലോ, ആ വൈഷ്ണവീരമ്മല്ല, കുട്ടികളെ അങ്ങോട്ട് വിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞോളൂ. എന്റെ ചുമതല കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമസ്തേ അങ്കിൾ. ഒരു അപ്പാർട്ട്മെന്റ് വേക്കന്റ് ആണെന്ന് അറിഞ്ഞു. അത് റെന്റിന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നാണ്. ആ ഒഴിവുണ്ട്, വേക്കന്റ് ഉണ്ട്. ആർക്കാണ്? ഞങ്ങൾക്കാണ്. നിങ്ങൾക്കാ? നിങ്ങൾക്കൊന്നും തരാൻ പറ്റില്ല കേട്ടാ. അതെന്താ നമുക്ക് തരാത്ത? അതെന്താ അങ്ങനത്തെ ഒരു വർത്താനം? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലടാ ചോദിച്ചു വരരുതെന്ന്. ചേട്ടൻ അപ്പാർട്ട്മെന്റ് ആകെ 15,000 ഗുണവയ്ക്കല് കൊടുക്കണേ. ഞങ്ങള് 30,000 തരാണ്. ആരെ പണിക്ക് പോവാ? നിങ്ങള്. അപ്പൊ താനോ? ഞാൻ കുക്ക്. അപ്പൊ നീയോ? ഞാൻ കുക്കിന്റെ അസിസ്റ്റന്റ്. അല്ലടാ മക്കളെ, കല്യാണം കഴിക്കാത്തവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ല. നിങ്ങളോടും ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളതല്ലായിരുന്നു. അപ്പൊ അവിടെ താമസിക്കുന്ന പെമ്പരുണ്ടല്ലോ, അവര് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഡാ, അത് പെൺപിള്ളേര്. പക്ഷെ ആൺപിള്ളേരുടെ കാര്യത്തിൽ റിസ്ക് ഉണ്ടടാ. ചേട്ടന് 2 ആൺപിള്ളേരല്ലേ? ആൺപിള്ളേർ റിസ്ക് ആണെങ്കിൽ ചേട്ടൻ എന്താ 2 പെൺപിള്ളേരുണ്ടാക്കാഞ്ഞ്? എന്താട്ടാ ആൺപിള്ളേരെ കാര്യത്തിൽ പക്ഷപാതം കാണിക്കുന്നത്? ആൺപിള്ളേരെ ഞാൻ ഉണ്ടാക്കിയതല്ലടാ മക്കളെ, ഉണ്ടായതാ. പിന്നെ എന്റെ വീട്ടില് 2 മക്കൾക്ക് ഞാൻ ഓരോ റൂം പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ആൺപിള്ളേർക്ക് റൂം കൊടുക്കണില്ല എന്നുള്ള പ്രശ്നം അവിടെ തീർന്നു. പിന്നെ എന്റെ അപ്പാർട്ട്മെന്റ് എപ്പോ കൊടുക്കണം, ആർക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ, നിങ്ങളല്ല കേട്ടാ. ചേട്ടനെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര കഷ്ടാട്ടാ. പണിയില്ലെങ്കിൽ പെണ്ണുമില്ല, പെണ്ണില്ലാണ്ട് വീടുമില്ല. നിനക്ക് എന്നെ ഓർമ്മയുണ്ട? ഇല്ല. പക്ഷെ എനിക്ക് നിന്നെ ഓർമ്മയുണ്ടാ. എങ്ങനെ? നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. ഇവൻ ഡെയിലി ഓരോ പെൺപിള്ളേരും കൊണ്ട് ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരും. എനിക്കുണ്ട് ഒരു ഓട്ടോയെ, എന്റെ വണ്ടിയിലും കയറിയിട്ടുണ്ട്. ഇവൻ ഏതോ റൂമിലേക്കാണ് കൊണ്ടുപോണത്, അതും ആ പെണ്ണിന്റെ പൈസക്ക്. അവിടെ എത്താനുള്ള ക്ഷമയില്ല. ആർത്തി മൂത്തട്ടെ അവൻ ആ പെൺകുട്ടീനെ അങ്ങനെ ശല്യം ചെയ്യാ. അതല്ല, അതൊക്കെ ചേട്ടൻ എങ്ങനെ അറിയാ? ആ സൈഡിൽ മാത്രല്ല മിററുള്ളത്, ബാക്കിലത്തെ കാണാനായിട്ട് ഫ്രണ്ടിലും മിറർ വെച്ചിട്ടുണ്ടാ. അപ്പൊ റോട്ടിക്ക് നോക്കി വണ്ടി ഓടിക്കണ്ട, ബാക്കിലേക്ക് നോക്കിട്ടല്ലേ വണ്ടി ഓടിക്കണേ? റൂം തരാൻ പറ്റില്ല, അത് പറഞ്ഞ പോലെ ഈ അപരാധിക്കണം. അങ്ങനെ നിങ്ങൾ ഇവന്റെ കൂടെ റൂം എടുക്കണ്ട, ഇവൻ നിങ്ങളെ മുതലാക്കത്. അന്ന് ഇവന് കൊടുക്കണ്ട. അത്ര കാര്യല്ല കേട്ടോ. ആൺപിള്ളേർക്ക് കൊടുക്കണ പ്രശ്നമില്ല, പെൺപിള്ളേർക്ക് കൊടുക്കണത് സേഫാ. ഒന്ന് നിക്കോ, അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ ഒന്ന് തന്നിട്ട് ഇനി പോവാലോ എന്ന് ചോദിക്കണം എന്നോട്.